ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമാക്കി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഡ്രിങ്ക് ആണ്. അതായത് ലസ്സിയുടെ ഒരു റെസിപ്പിയാണ്. അതായത് മാംഗോ ലസ്സി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഈ സമ്മറിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എന്തായാലും ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല പഴുത്ത മാങ്ങ ചെറിയ പീസസായി അരിഞ്ഞത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇതുപോലത്തെ പാക്കറ്റിൽ കിട്ടുന്ന തൈര് ചേർക്കാം. അപ്പോൾ ഇതിന് അധികം പുളി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തൈരും ഈ ബ്ലെൻഡറിലേക്ക് ഇട്ടുകൊടുക്കാം. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈര് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം. അത് കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. അതായത് 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ക്രീമി ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമുക്കപ്പോൾ പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അതായത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പഞ്ചസാര ഡയറക്റ്റ് ആയിട്ട് ചേർക്കാം, കുഴപ്പമില്ല. പക്ഷെ പൊടിച്ച് ചേർക്കുമ്പോൾ അതിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ്സും ചേർക്കാം, അല്ലെങ്കിൽ നല്ല തണുത്ത തൈരും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പാല് ചേർത്തത് അത് ഓപ്ഷനാൾ. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒന്നില്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്, ഓപ്ഷണലാണ്. ചേർത്തില്ലെങ്കിലും നമുക്ക് ഈ ലസ്സി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറായിട്ട് മാംഗോ എസൻസോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വേനൽക്കാലത്ത് ഇതുപോലത്തെ റെസിപ്പീസ്, ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്സും എനിക്ക് അറിയിച്ചു തരാം. ഇനിയൊരു പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.